വെൽക്കം ടു ജോബീസ് കിച്ചൺ. ജോബീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ചെയ്യുന്ന വീഡിയോ വെജിറ്റബിൾ കുറുമയാണ്. അപ്പോൾ വെജിറ്റബിൾ കുറുമ എങ്ങനെ നമുക്ക് നല്ല രീതിയിൽ തയ്യാറാക്കാം എന്ന് നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. ആദ്യം കുറുമയ്ക്ക് വേണ്ട വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നമുക്ക് ബോയിൽ ചെയ്യാൻ വയ്ക്കാം. ഞാനിവിടെ ഒരു ഇടത്തരം ഉരുളക്കിഴങ്ങ്, ഒരു ക്യാരറ്റ്, 2 ബീൻസ്, പിന്നെ നമുക്കൊരു കോളിഫ്ലവറിൻ്റെ കഷ്ണം വേണം, പിന്നെ അല്പം ഉപ്പ്, മഞ്ഞൾപ്പൊടി, വെള്ളം. ഇത്രയും ഐറ്റംസ് നമുക്ക് ആദ്യം വേണം. നമുക്കപ്പോൾ ആദ്യം ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കഴുകി ബോയിൽ ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ ആദ്യം തന്നെ വെജിറ്റബിൾ കുറുമയുടെ ഉരുളക്കിഴങ്ങ് എങ്ങനെ കട്ട് ചെയ്യാമെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മൾക്ക് ചെറിയ ഒരു ക്യൂബ് ഷേപ്പിൽ നമ്മൾക്ക് ഇതിനെല്ലാം കട്ട് ചെയ്തെടുക്കണം. ഒരുപാട് വലിപ്പമാകാൻ പാടില്ല. അതാ ഈ ഷേപ്പാണ് നമുക്ക് വേണ്ടത്, ഈ സൈസുമാണ് നമ്മൾക്ക് വേണ്ടത്. അപ്പോൾ ഒരുപാട് വലിപ്പം കൂടാനും പാടില്ല, എന്നാൽ തീരെ ചെറുതാവാനും പാടില്ല. അത്തരത്തിലുള്ളൊരു കട്ടിങ്ങാണ് നമ്മൾക്ക് വേണ്ടത്. അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി നമ്മൾക്ക് ക്യാരറ്റും കൂടി അതേപോലെ ക്യൂബായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതും ഉരുളക്കിഴങ്ങിൻ്റെ ആ ഷേപ്പിലേക്ക് കട്ട് ചെയ്ത് നമ്മൾക്ക് എടുക്കാം. ഇനി നമ്മളുടെ ബീൻസും കൂടി ഇതേപോലെ തന്നെ ക്യൂബായിട്ട് കട്ട് ചെയ്യുക. ബീൻസും നമ്മൾക്ക് ഏകദേശം ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത ആ വലിപ്പത്തിൽ തന്നെ നമ്മൾക്ക് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾക്ക് വേണ്ടത് കോളിഫ്ലവറിൻ്റെ ഒരു ചെറിയ കഷ്ണം വേണം. അപ്പോൾ നമ്മൾക്ക് അതിൻ്റെ ഒരു കഷ്ണം കട്ട് ചെയ്തെടുക്കാം. നമ്മൾ കുറച്ചെടുക്കുമ്പോഴാണ് ബുദ്ധിമുട്ട്. മൊത്തത്തിലെടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഇതിൻ്റെ ആ ഇലയൊക്കെ കട്ട് ചെയ്താൽ എളുപ്പമാണ്. അപ്പോൾ ഒരു കഷ്ണം കിട്ടിയിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ആ ഞെട്ട് ഭാഗം കട്ട് ചെയ്ത് മാറ്റാം. അതിൻ്റെ ഫ്ലവർ മാത്രം മതി നമ്മൾക്ക്. ഫ്ലവറും നമ്മൾക്ക് ഒരു മീഡിയം വലിപ്പത്തിൽ കട്ട് ചെയ്ത് ഇതിൻ്റെ കൂട്ടത്തിലിടാം. കോളിഫ്ലവർ നമ്മൾ കട്ട് ചെയ്ത് ഈ വെജിറ്റബിൾസിൻ്റെ കൂടെ ഇടരുത്. ഇത് അല്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട വെള്ളത്തിൽ ഒരു 10-15 മിനിറ്റ് ഇട്ട് വയ്ക്കണം. അതിൻ്റെ ഉള്ളിലെ പ്രാണികളൊക്കെ പുറത്തേക്ക് വരാനായിട്ട് അങ്ങനെ ചെയ്യുന്നത് നമ്മൾക്ക് സഹായമാവും. അപ്പോൾ നമുക്ക് ഈ കോളിഫ്ലവർ മാറ്റി വയ്ക്കാം. അത് വെള്ളത്തിൽ വേറെ സെപ്പറേറ്റ് ഇട്ട് ഇപ്പം ഞാനതെല്ലാം ക്ലീനാക്കി ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മൾക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരല്പം മഞ്ഞൾപ്പൊടി അധികമാവരുത്. നമ്മളുടെ കുറുമയുടെ ആ കളറ് ഒന്ന് വെള്ള കളറ് മാറ്റി ഒരു ഐവറി കളറാക്കി എടുക്കണം. അതിന് വേണ്ടിയാണ്. പിന്നെ നമുക്ക് കുറച്ച് ഡ്രൈ മസാല ഇട്ട് കൊടുക്കാം. അതായത് പട്ട, ഗ്രാമ്പൂ, ഏലം, തക്കോലം. ഇതും അല്പം ഇതിലേക്ക് ഇട്ടിട്ട് ഒരല്പം വെള്ളം ഒഴിച്ച്, വെള്ളം ഒരുപാടാവരുത്. ഒന്നിൽ വെള്ളം ഒഴിക്കുക, അല്ലെങ്കിൽ നമ്മൾ തേങ്ങയുടെ 3/4 പാൽ എടുക്കുന്നത് വേണമെങ്കിൽ ഇതിലൊഴിച്ച് ബോയിൽ ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ നമുക്ക് സമയം എളുപ്പത്തിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മുടെ മറ്റുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. കുറച്ച് കാഷ്നട്ട്, കിസ്മിസ്, പിന്നെ അല്പം വെളിച്ചെണ്ണ അല്ല പാം ഓയിലാണ് വേണ്ടത്. പിന്നെ തേങ്ങ. ഈ തേങ്ങ നമുക്ക് 1, 2, 3 പാലായിട്ട് എടുക്കാം. 3/4 പാൽ എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് വെജിറ്റബിൾ ബോയിൽ ചെയ്തത് ആ 3/4 പാലിൽ ബോയിൽ ചെയ്യാം. നമ്മൾക്കിപ്പോൾ 2/4 പാലും 1/4 പാലുമാണ് ഞാൻ എടുത്തേക്കണത്. അത് നമ്മളുടെ ബോയിലായ വെജിറ്റബിൾസിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഈ സമയത്ത് നമ്മൾക്ക് ഇതിൻ്റെ ഉപ്പൊക്കെ വേണമെങ്കിൽ ഒന്ന് നോക്കി കറക്റ്റ് ചെയ്യാവുന്നതാണ്. മഞ്ഞൾപ്പൊടി ഇടുമ്പോൾ ഒരു നുള്ള ഇടാവൂ. മഞ്ഞ കളറാവരുത്. ഒരു ഐവറി കളറാണ് നമ്മളുടെ കുറുമയ്ക്ക് വേണ്ടത്. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇടുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് ബോയിലായി വന്നിട്ടുണ്ട്. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നമ്മൾക്ക് അതിൻ്റെ ഗ്രേവിനൊന്ന് തിക്കാക്കി എടുക്കാനായിട്ട് ഒരു 2-3 സ്പൂണ് കോൺഫ്ലവർ കലക്കി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ എത്രമാത്രം ഗ്രേവിക്ക് തിക്ക് വേണം എന്ന് നോക്കി നമുക്ക് ആവശ്യത്തിന് ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇപ്പോൾ ആവശ്യത്തിന് തിക്ക് ആയിട്ടില്ല. നമ്മൾക്ക് അല്പം കൂടി കോൺഫ്ലവർ മിൽക്കിനകത്ത് ഒഴിക്കാം. തിള വരുമ്പോൾ അതിൻ്റെ തിക്നെസ് നമുക്കറിയാൻ പറ്റുള്ളൂ.
അപ്പോൾ ഒഴിച്ച് ഒന്ന് തിള വന്നതിന് ശേഷം തിക്ക് നോക്കി നമ്മൾക്ക് വീണ്ടും വീണ്ടും കോൺഫ്ലവർ മിൽക്ക് ചേർക്കേണ്ടതുള്ളൂ. അപ്പോൾ ഏകദേശം നമ്മൾക്ക് തിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളുടെ സ്റ്റൗ നമ്മൾക്ക് പതുക്കെ ഓഫ് ചെയ്യാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾക്ക് കുറച്ച് കുരുമുളക് പൊടി അതിനകത്ത് ചേർക്കണം. അതിനുശേഷം നമുക്കത് മാറ്റിയിട്ട് ഒരു ചട്ടിയിൽ അല്പം പാം ഓയിൽ ഒഴിച്ച് നമ്മുടെ കാഷ്നട്ടും കിസ്മിസും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കാഷ്നട്ടും കിസ്മിസും ഫ്രൈ ചെയ്തതിൻ്റെ ഓയിൽ കുറുമയിലേക്ക് വീഴരുത്. നമ്മൾക്കിത് കോരി മാറ്റി കാഷ്നട്ടും കിസ്മിസും മാത്രം ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ തീ ഓഫ് ചെയ്തതിന് ശേഷം കുരുമുളക് പൊടി ചേർത്താൽ മതി. എന്നാൽ അതിൻ്റെ ഫ്ലേവറൊക്കെ നല്ല രീതിയിൽ നമ്മൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അതും ഒന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഓയിലെല്ലാം ഇല്ലാത്ത നമ്മളുടെ കാഷ്നട്ടും കിസ്മിസും ഫ്രൈ ചെയ്തത് നമ്മുടെ കുറുമയിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾക്ക് ചെയ്യേണ്ടത് ലാസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം, കുറുമയ്ക്ക് എരിവ് കിട്ടാൻ വേണ്ടി ഒരല്പം കുരുമുളക് പൊടി നമ്മൾക്ക് ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി നമ്മൾ പരമാവധി ഏറ്റവും അവസാനം ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതിൻ്റെ ഫ്ലേവറൊക്കെ നമ്മളുടെ കുറുമയ്ക്ക് കിട്ടാൻ വേണ്ടി അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കൺ എനേബിൾ ആക്കുക.